അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. എന്നും ഉണ്ടാക്കണത് തന്നെ. ഇന്ന് അയില കിട്ടിയപ്പോൾ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കണ്ട, കുത്തിയിടുക കേട്ടോ. നമ്മൾ കല്ലിൽ ചതച്ചിട്ട് കുത്തിയിടുക. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ലേശം മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം, ഉപ്പിടണം കേട്ടോ. അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ നന്നായിട്ട് വൃത്തിയാക്കി കഴുകണം. എന്നിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഈ ഇപ്പോഴത്തെ തക്കാളിയൊക്കെ പച്ച തക്കാളിയാണ്. എന്നിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടോ ഞാൻ നേരത്തെ തന്നെ. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നല്ല പുളി പിഴിഞ്ഞെടുത്തിട്ട് നേരത്തെ ഇട്ട് വെച്ചിട്ടോ ഞാൻ. എന്നാലേ അതിൻ്റെ വെള്ളം നല്ല കിട്ടുള്ളൂ. എന്നിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യണത് തന്നെയാണ്. ഞാൻ എപ്പോഴും ചെയ്യലും ഇങ്ങനെ. ഉള്ളി വാട്ടി വെക്കണേക്കാട്ടും നമ്മുടെ മക്കൾക്ക് ഇഷ്ടം ഇങ്ങനെയാണ്. പിന്നെ വേറെ വെള്ളം ഞാൻ വെക്കൂല കേട്ടോ. പുളിവെള്ളം മാത്രമാണ് വയ്ക്കുക. പിന്നെ അതൊന്ന് ജസ്റ്റ് തിളക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഇത് എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലിട്ട് വെക്കണതാണ് കരിവേപ്പിൻ്റെ ഉണങ്ങാതെ വെക്കാൻ. അപ്പോൾ ആ തിളക്കുന്ന ടൈം കൊണ്ട് ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. മക്കൾക്ക് അവിടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കായം പറ്റി വെച്ചതാണ്. പിന്നെ മീൻ ഞാൻ കറിയിലിടാൻ വേണ്ടി മുറിച്ച് വെച്ചത് അതിലേക്കിട്ട് പിന്നെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. ആ തിളക്കണ കുറച്ച് ടൈം മതി. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇടാനുള്ള ചെറിയ ഉള്ളി തൂമിക്കട്ടെ ചട്ടിയിൽ. പിന്നെ അതിലേക്ക് ഉലുവി ഇടണം കേട്ടോ. ഉലുവി ഇട്ടിട്ട് രണ്ടും കൂടി തൂമിച്ചെടുക്കണം. ആ സമയം ഇത് തിളച്ചിട്ടുണ്ടാകും. അതിലെ പെട്ടെന്ന് തിളച്ച് കിട്ടില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. നമ്മൾ വലിയ ഉള്ളി വാട്ടാനും തക്കാളി വാട്ടാനും നിൽക്കണ്ട. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അങ്ങനെ ഞാനത് തിളപ്പിച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഈ ചട്ടി കണ്ടൊന്നും ആരും ഞെട്ടണ്ട. ഈ ചട്ടി ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കണതാണ്.